പുതുവത്സര രാത്രിയിൽ വിദ്യാർത്ഥി വോളണ്ടിയർമാരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചു തല്ലിയ SFI-കാരുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇടിവള കൊണ്ട് പോലീസുകാരനായ മിഥുൻ റോയി SFI പ്രവർത്തകരെ തിരിച്ചടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മിഥുനെ തല്ലിയ വിനയ്, സുജിത്ത് എന്നീ SFI പ്രവർത്തകർ അറസ്റ്റിലായിട്ടുമുണ്ട്. അതേസമയം മിഥുൻ റോയിക്കെതിരെ കേസെടുത്തതിൽ പോലീസ് അസോസിയേഷൻ പ്രതിഷേധിച്ചതോടെ നടപടി പുനരാലോചിക്കുകയാണ് ഡിപ്പാർട്ട്മെന്റ്. ആ ദൃശ്യങ്ങൾ കാണാം. VS അനു ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനു, ഇന്നലെ ഈ സമയത്ത് തന്നെയായിരുന്നു ഇതിന്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പ്രത്യേകിച്ചും ആ മോളിൽ വെച്ച് കുറച്ച് SFI പ്രവർത്തകർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ള തരത്തിൽ. അന്നേരം നമ്മൾ ചോദിച്ചത്, പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ എങ്ങനെയാണ് ഇവരെന്തിനാണ് നിയമം കയ്യിലെടുത്തത് എന്ന തരത്തിലാണ് ചോദിച്ചത്. പക്ഷേ ഇന്ന് അതിന്റെ മറ്റു കൂടുതൽ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനു മുൻപ് പുതുവത്സര ദിനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥികളെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യം കൂടി, ഈ രണ്ട് ദൃശ്യങ്ങളും കൂടി വന്നതുകൊണ്ട് രണ്ട് പക്ഷത്തും നിന്നാണ് ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ചർച്ചകൾ ഇക്കാര്യത്തിൽ നടക്കുന്നുമുണ്ട്. അനു, ഇന്ന് ഈ ദൃശ്യങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ ഇന്ന് ഇതിന്റെ തുടർ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും പോലീസ് കമ്മീഷണർ അടക്കം ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് എത്തിയിരിക്കുകയാണല്ലോ. VS അനു. റോയി എന്ന് പറയുന്ന നന്ദാവന എയർ ക്യാമ്പിലെ CPO യാതൊരു പ്രകോപനവുമില്ലാതെ മർദ്ദിച്ചതാണ് അവരുടെ ആരോപണം. ഏതായാലും വളരെ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് അന്ന് ഉണ്ടായത്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഏതാണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു മാളിൽ വെച്ച് ഈ പറയുന്ന മിഥുനെ SFI പ്രവർത്തകർ പിന്തുടരുകയും അവർ പ്രകോപനം ഉണ്ടാക്കുകയും ഏതാണ്ട് അവർ തമ്മിൽ തല്ലുകയും ചെയ്തു. ഇതിനിടെ ഈ രണ്ട് കൂട്ടർക്കുമെതിരെ കേസെടുത്തെങ്കിലും മിഥുനൊപ്പം ഉണ്ടായിരുന്ന യുവതിക്കും, നേരത്തെ അത് സഹോദരിയാണെന്ന വാർത്തകളാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തു വന്നു. പക്ഷേ സഹോദരിയല്ല, ഇതിനൊപ്പം ഉണ്ടായിരുന്ന യുവതിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന കേസുകളാണ് എടുത്തത്. ഇതാണ് വലിയ തരത്തിലുള്ള ഒരു വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയത്. പക്ഷേ ഇതിനിടയിൽ ഈ മിഥുൻ റോയി ഇടിവള കൊണ്ട് SFI പ്രവർത്തകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതുകൊണ്ടാണ് ആ ഇടിവള കൊണ്ട് അല്ലെങ്കിൽ ആക്രമിച്ചത് കൊണ്ടാണ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് എന്നാണ് പോലീസിന്റെ വാദം. പക്ഷേ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ ഖാൻ ഉൾപ്പെടെയുള്ളവർ പരസ്യ നിലപാടുമായി പുറത്തേക്ക് വരുന്നു. പ്രത്യേകിച്ച് ഒരു പോലീസ് യൂണിഫോമിൽ ഒരു കർത്തവ്യം നടത്തുന്നതിനിടെ ഉണ്ടായ ഒരു സംഭവം, അതിന്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് അയാളെ ആക്രമിക്കുന്നത് അത് പോലീസിനൊക്കെ ആകെ അപമാനമാണ്. മാത്രമല്ല അത് അരാജകത്വം സൃഷ്ടിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പോലീസ് അസോസിയേഷൻ പറയുന്നത്. നാളെ തിരുവനന്തപുരത്ത് ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനമാണ്. ഏതായാലും ഇതിനിടെ ഇപ്പോൾ കമ്മീഷൻ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ ജാമ്യമില്ലാ വകുപ്പ് റദ്ദാക്കും അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ഈ കേസിൽ 2 SFI പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം വഞ്ചൂർ പോലീസാണ് വിനയ്, അതുകൂടാതെ സുർജിത്ത് എന്നിവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാതി. ശരി അനു, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഭവങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നു. 2 SFI പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റ് കൂടുതൽ